ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. സൈബർ ലോസ്, സൈബർ ക്രൈംസ്, IT ആക്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ മുൻവർഷ PSC പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: which recent amendment aimed to include provisions for the protection of children's online privacy in India? അപ്പോൾ ചോദ്യം എന്താണ്? ഈ അടുത്തിടെ ആയിട്ട് ഒരു ഭേദഗതി നടത്തുകയുണ്ടായി. അപ്പോൾ അവരുടെ ആ ഒരു ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി ഇൻ ഇന്ത്യ, കുട്ടികളുടെ ഓൺലൈൻ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭേദഗതിയാണ്. ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ഈ IT ലോസ് അല്ലെങ്കിൽ ഈ സൈബർ ലോസുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ IT അമെൻമെൻറ്റ് ആക്ട് 2021, ഓപ്ഷൻ ബി IT റൂൾസ് 2021, ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ഓപ്ഷൻ ഡി ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022 കേട്ടോ. അപ്പം നല്ലൊരു ചോദ്യമാണ്. വിച്ച് റീസെൻറ്റ് അമെൻമെൻറ്റ് എയിംഡ് ടു ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി ഇൻ ഇന്ത്യ? കുട്ടികളുടെ ഓൺലൈൻ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തു IT നിയമത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭേദഗതി, ഏത് ഭേദഗതിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022. ഓക്കെ, സോ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചെല്ലാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആസ് ഓഫ് 2023, the draft bill proposing the comprehensive data protection law in India focuses on which key aspect? കേട്ടോ, അതായത് 2023 കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമഗ്ര ഡാറ്റ സംരക്ഷണ നിയമം നിർദ്ദേശിക്കുന്ന കരട് ബിൽ ഏത് പ്രധാനപ്പെട്ട കീ ആസ്പെക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് വശത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ ഡാറ്റ ലോക്കലൈസേഷൻ, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ ആക്സസ് ടു ദ ഇന്റർനെറ്റ്, ഓപ്ഷൻ സി സ്ട്രെങ്തനിങ് ദ IT ആക്ട്, ഓപ്ഷൻ ഡി ക്രിയേറ്റിംഗ് എ നാഷണൽ ഡാറ്റാബേസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡാറ്റ ലോക്കലൈസേഷൻ ആണ് കേട്ടോ. ഡാറ്റ ലോക്കലൈസേഷൻ. അപ്പോൾ ഡാറ്റ ലോക്കലൈസേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഡാറ്റയെ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും കഴിയും എന്നുണ്ടെങ്കിൽ അതിന് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് എന്ത് ചെയ്യാൻ പറയാം? ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബൗണ്ടറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുകയും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്താൽ അതിന് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആസ് ഓഫ് 2023, the draft bill proposing the comprehensive data protection law in India focuses on which key aspect എന്ന് ചോദിച്ചാൽ പറയുക ഓപ്ഷൻ എ ഡാറ്റ ലോക്കലൈസേഷൻ. വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ലാൻഡ്മാർക്ക് കേസ് ഇൻ 2015 റിസൾട്ടഡ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസിംഗ് ദ റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇമ്പാക്ടിംഗ് ദ IT ആക്ട്സ് ഇന്റർപ്രിട്ടേഷൻ? അതായത് 2015 ഏത് നിർണായകമായിട്ടുള്ള കേസാണ് സുപ്രീം കോടതിയെ കൊണ്ട് നമ്മുടെ പ്രൈവസിക്കുള്ള അവകാശം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പ്രസ്താവിച്ചത്? അത് പിന്നീട് IT ആക്ടിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലായത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി KS പുട്ടസ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? വിച്ച് ലാൻഡ്മാർക്ക് കേസ് ഇൻ 2015 റിസൾട്ടഡ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസിംഗ് ദ റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇമ്പാക്ടിംഗ് ദ IT ആക്ട്സ് ഇന്റർപ്രിട്ടേഷൻ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി KS പുട്ടസ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് കംപ്ലയിൻസ് വിത്ത് ദ IT ആക്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ IT ആക്ട് പാലിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുവാൻ ഉത്തരവാദിത്വമുള്ള സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരിക്കലുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക.
ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഓപ്ഷൻ സി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഓപ്ഷൻ ഡി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫൈൻ ഫോർ ഫെയിലിംഗ് ടു കോംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് മെൻഷൻഡ് ഇൻ ദ IT റൂൾസ് 2021? IT നിയമത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ആ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ലഭിക്കുന്ന പിഴ എത്ര എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ അപ് ടു INR 10 lakh, ഓപ്ഷൻ ബി അപ് ടു INR 50 lakh, ഓപ്ഷൻ സി അപ് ടു INR 5 crore, ഓപ്ഷൻ ഡി നോ ഫൈൻ സ്പെസിഫൈഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, അപ് ടു INR 5 crore, 5 കോടി രൂപ വരെ ഈ നിയമം പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 5 കോടി രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇൻ 2021 which amendment was made to the IT Act to regulate intermediaries and ensure accountability? അതായത് 2021 നമ്മുടെ ഇടനിലക്കാരെ നിയന്ത്രിക്കുവാനും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ട് IT ആക്ടിൽ നടപ്പിലാക്കിയ അമെൻമെൻറ്റ് ഭേദഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഏത് ഭേദഗതിയാണ് IT ആക്ടിൽ നടപ്പാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ദ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്, ഓപ്ഷൻ ബി ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ, ഓപ്ഷൻ സി ദ IT അമെൻമെൻറ്റ് ആക്ട് 2021, ഓപ്ഷൻ ഡി ദ സൈബർ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഇൻ 2021 വിച്ച് അമെൻമെൻറ്റ് വാസ് മെയ്ഡ് ടു ദ IT ആക്ട് ടു റെഗുലേറ്റ് ഇന്റർമീഡിയറീസ് ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, ദ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്, അതായത് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് കേട്ടോ. ദ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ഈ ഒരു അമെൻമെന്റ് ആണ് എന്ത് ചെയ്തത്? 2021 നടപ്പിലാക്കിയത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻസ് ഇൻ ദ IT ആക്ട് 2000 ഡീൽസ് വിത്ത് സൈബർ ക്രൈംസ് ആൻഡ് അപ്ലൈസ് ടു ഒഫൻസസ് ലൈക്ക് ഹാക്കിംഗ് പോലുള്ള കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് കൊടുക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിഷ്കർഷിക്കുന്ന IT ആക്ട് ഏതാണ്? IT ആക്ടിലെ സെക്ഷൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്ഷൻ 65, ഓപ്ഷൻ ബി സെക്ഷൻ 66, ഓപ്ഷൻ സി സെക്ഷൻ 67, ഓപ്ഷൻ ഡി സെക്ഷൻ 68. ഇപ്പോൾ ഇവിടെ 4 സെക്ഷൻസ് ഉണ്ട്. അതിൽ സെക്ഷൻ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഈ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ടാമ്പർ ചെയ്യുക, നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത് കേട്ടോ. ടാമ്പറിങ് ദ കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ് നശിപ്പിച്ചാൽ സെക്ഷൻ 65 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ സെക്ഷൻ 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അശ്ലീല വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷനാണ്. സെക്ഷൻ 68 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളറിന് സർട്ടിഫയിങ് അതോറിറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷൻസ് കൊടുക്കുവാനായിട്ട് സാധിക്കും. അതാണ് സെക്ഷൻ 68 എന്ന് പറയുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ സെക്ഷൻ 66 ആണ് കേട്ടോ. അപ്പോൾ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഹാക്കിംഗ് പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. സെക്ഷൻ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാമ്പറിംഗ് ദ കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് നശിപ്പിച്ചാൽ അതിന് ശിക്ഷ ലഭിക്കാവുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. സെക്ഷൻ 67 എന്ന് പറഞ്ഞാൽ അശ്ലീലപരമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഇലക്ട്രോണിക് ഫോംസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് വഴി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 67 പ്രകാരം അത് കുറ്റകരമാണ്. സെക്ഷൻ 68 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളറിന് സർട്ടിഫയിങ് അതോറിറ്റീസിന് എന്ത് കൊടുക്കാനായിട്ട് പറ്റും? ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 68 എന്ന് പറയുന്നത്. സോ ഇത്രയും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി ലെജിസ്ലേഷൻ ഗവേണിംഗ് സൈബർ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി ലെജിസ്ലേഷൻ ഗവേണിംഗ് സൈബർ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ദ ടെക്നോളജി ആക്ട് 2000, ഓപ്ഷൻ ബി ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഓപ്ഷൻ സി ദ സൈബർ സെക്യൂരിറ്റി ആക്ട് 2021, ഓപ്ഷൻ ഡി ദ ഡിജിറ്റൽ ഇന്ത്യ ആക്ട് 2022. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതായത് വാട്ട് ഈസ് ദ പ്രൈമറി ലെജിസ്ലേഷൻ ഗവേണിംഗ് സൈബർ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സൈബർ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പറയുക ദ IT ആക്ട് 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പണിഷ്മെന്റ് ഫോർ ഹാക്കിംഗ് അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ IT ആക്ട് 2000? സെക്ഷൻ 66 പ്രകാരം ഹാക്കിംഗ് നടത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ അപ് ടു 1 year ഓഫ് ഇംപ്രിസൺമെന്റ്, ഓപ്ഷൻ ബി അപ് ടു 3 years ഓഫ് ഇംപ്രിസൺമെന്റ്, ഓപ്ഷൻ സി അപ് ടു 5 years ഓഫ് ഇംപ്രിസൺമെന്റ്,
ഓപ്ഷൻ ഡി അപ് ടു 10 years ഓഫ് ഇംപ്രിസൺമെൻറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അപ് ടു 3 years ഓഫ് ഇംപ്രിസൺമെൻറ്റ്. 3 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണെന്ന് പറയുന്നത് സെക്ഷൻ 66 പ്രകാരം ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ 3 വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐഡന്റിറ്റി തെഫ്റ്റ്? ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഉദാഹരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാക്കിംഗ് ഇൻ ടു എ വെബ്സൈറ്റ്. ഓപ്ഷൻ ബി സ്റ്റീലിംഗ് സമ്മോൺസ് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ. ഓപ്ഷൻ സി സെൻഡിങ് സ്പാം ഇമെയിൽസ്. ഓപ്ഷൻ ഡി കോപ്പിംഗ് സോഫ്റ്റ്വെയർ വിത്തൗട്ട് എ ലൈസൻസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, സ്റ്റീലിംഗ് സമ്മോൺസ് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ. ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ തട്ടിയെടുക്കുകയും അതുവഴി പണമിടപാട് നടത്തുകയും അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഷിംഗ് ഈസ് എ സൈബർ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈബർ ക്രൈമാണ്. അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെൻഡിങ് മാലിഷ്യസ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി സെൻഡിങ് ഫ്രോഡുലന്റ് ഇമെയിൽ ടു സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഓപ്ഷൻ സി ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ നെറ്റ്വർക്ക്. ഓപ്ഷൻ ഡി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ട്രാഫിക്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സെൻഡിങ് ഫ്രോഡുലന്റ് ഇമെയിൽസ് ടു സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുവാനായിട്ട്, കണ്ടുപിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് തട്ടിയെടുക്കുവാനായിട്ട് ഫ്രോഡ് ഇമെയിൽസ് എന്ത് ചെയ്യും, അയച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ മെയിൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് സ്പാം മെസ്സേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ തരൂ, അല്ലെങ്കിൽ ഞാൻ SBIയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, നിങ്ങളുടെ ബാക്കിയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തരൂ, എന്തോ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് മെയിൽസും ഫോൺ കോൾസും ഒക്കെ നമുക്ക് വരാറുണ്ടല്ലേ. ഇതെല്ലാം ഫിഷിങ്ങിൻ്റെ പരിധിയിൽ പെടുത്താവുന്ന സംഗതികളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിങ് പരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പരമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ തട്ടിയെടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് എ സൈബർ ക്രൈം അണ്ടർ ദ IT Act 2000? IT Act 2000 പ്രകാരം ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ പൈറസി. ഓപ്ഷൻ സി ഓൺലൈൻ ഡിഫമേഷൻ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആയാലും സോഫ്റ്റ്വെയർ പൈറസി ആയാലും ഓൺലൈൻ ഡിഫമേഷനും ഇതെല്ലാം എന്താണ്, സൈബർ ക്രൈമിൻ്റെ പരിധിയിൽ പെടുത്താവുന്ന കുറ്റങ്ങൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈബർ ടാക്കിംഗ് ഈസ് എ പണിഷബിൾ അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്? ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സൈബർ സ്റ്റോക്കിംഗ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് നിഷ്കർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സെക്ഷൻ 354D. ഓപ്ഷൻ ബി സെക്ഷൻ 420. ഓപ്ഷൻ സി സെക്ഷൻ 506. ഓപ്ഷൻ ഡി സെക്ഷൻ 376. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെക്ഷൻ 354D കേട്ടോ. അപ്പോൾ സൈബർ സ്റ്റോക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുക, ഹറാസ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അറിവില്ലാതെ അയാളെ ഫോളോ ചെയ്യുക, ഇതെല്ലാം സൈബർ സ്റ്റോക്കിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 354D പ്രകാരം കുറ്റകരമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് DOS സ്റ്റാൻഡ് ഫോർ ഇൻ സൈബർ ക്രൈം ടെർമിനോളജി? സൈബർ ക്രൈം ടെർമിനോളജിയിൽ എന്താണ് DOS എന്നാണ് ചോദ്യം കേട്ടോ. DOS ഞാൻ അതിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തരാം. DOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രാഫിക് ഒരു സെർവറിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ലെജിറ്റിമേറ്റ് യൂസേഴ്സിൽ നിന്നും അൺഅക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് DOS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രാഫിക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്തുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന, സാധാരണ നിയമപരമായിട്ട് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള യൂസേഴ്സിൽ നിന്നും ഒരു ആപ്ലിക്കേഷനെ എന്ത് ചെയ്യുക, തടയുക, ബ്ലോക്ക് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് DOS എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിനയൽ ഓഫ് സർവീസ്. ഓപ്ഷൻ ബി ഡാറ്റ ഓവർ സിസ്റ്റം. ഓപ്ഷൻ സി ഡിജിറ്റൽ ഓൺലൈൻ സെക്യൂരിറ്റി. ഓപ്ഷൻ ഡി ഡൊമൈൻ ഓഫ് സോഫ്റ്റ്വെയർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡിനയൽ ഓഫ് സർവീസ് ആണ് കേട്ടോ. ഡിനയൽ ഓഫ് സർവീസ്. അപ്പോൾ വാട്ട് ഡസ് DOS സ്റ്റാൻഡ് ഫോർ ഇൻ സൈബർ ക്രൈം ടെർമിനോളജി എന്ന് ചോദിച്ചാൽ പറയുക ഡിനയൽ ഓഫ് സർവീസ്. എന്താണ് ഡിനയൽ ഓഫ് സർവീസ്? അടുത്ത ചോദ്യം.
വിച്ച് സെക്ഷൻ ഓഫ് IT Act ഡീൽസ് വിത്ത് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ്? കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി ഒഫൻസീവായിട്ടുള്ള മെസ്സേജസ് അയക്കുന്നത് അല്ലെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഒഫൻസീവായിട്ടുള്ള മെസ്സേജസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസിലൂടെ അയച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായിരുന്നു മുന്നേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 66A, ഓപ്ഷൻ ബി സെക്ഷൻ 67, ഓപ്ഷൻ സി സെക്ഷൻ 72, ഓപ്ഷൻ ഡി സെക്ഷൻ 74. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇത് നിങ്ങളുടെ ഭൂരിഭാഗം പേരും പറയും കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 66A ആണ്. ഇത് 2015 സുപ്രീം കോടതി ടെർമിനേറ്റ് ചെയ്ത ഒരു സെക്ഷനാണ് കേട്ടോ. ശ്രേയ സിംഗാൽ കേസുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 66A സുപ്രീം കോടതി റദ്ദ് ചെയ്ത് വച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻസ് പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്നുള്ള പേരിൽ ശ്രേയ സിംഗാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശ്രേയ സിംഗാൽ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് 2015 സുപ്രീം കോടതി ഈ ഒരു സെക്ഷൻ 66A ടെർമിനേറ്റ് ചെയ്തു വെച്ചു. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. കാരണം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വൈലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രേയ സിംഗാൽ കേസ് കൊടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ താഴെ മറ്റ് സെക്ഷൻസ് പറയുന്നുണ്ട്. സെക്ഷൻ 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻഡിങ് ഒബ്സൻസ് മെറ്റീരിയൽസ് വയ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലേ. നമ്മൾ അശ്ലീല വസ്തുക്കൾ പബ്ലിഷ് ചെയ്യുകയോ സെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 67 പ്രകാരം അത് കുറ്റകൃത്യമാണ്. ഈ സെക്ഷൻ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രഹസ്യാത്മക സ്വഭാവമുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഡാറ്റാസും അതുപോലെ തന്നെ സ്വകാര്യതയും ഒക്കെ ചോർത്തുക കേട്ടോ. അത്തരത്തിലുള്ള ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത് കേട്ടോ. ബ്രീച്ചിങ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി കേട്ടോ. അപ്പോൾ നമ്മുടെ രഹസ്യ സ്വഭാവമുള്ള ഡാറ്റകളും അല്ലെങ്കിൽ സ്വകാര്യതയും എല്ലാം ചോർത്തിക്കഴിഞ്ഞാൽ അത് സെക്ഷൻ 72 പ്രകാരം ശിക്ഷാർഹമാണ്. ദെൻ സെക്ഷൻ 74 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ചമയ്ക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ തട്ടിയെടുത്തിട്ട് ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 74 പ്രകാരം ശിക്ഷാർഹമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. സോ നിങ്ങൾ നമ്മുടെ സൈബർ ക്രൈംസും IT ആക്റ്റും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഈ IT ആക്ടിലെ സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. 1, 2, 3 തവണ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ തലയിൽ കയറത്തുള്ളൂ. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. മറന്നു പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പേപ്പറിൽ ഈ സെക്ഷൻസ് ഓരോന്ന് എഴുതി നമ്മുടെ വീട്ടിൽ എപ്പോഴും നോക്കുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ അത് നോക്കി വായിച്ച് പോവുക. പിന്നീട് ഒരിക്കലും അത് മറക്കത്തില്ല. സോ സെക്ഷൻസ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ സൈബർ ക്രൈംസിലെ ഓരോ ടേംസും നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രധാന പരീക്ഷയ്ക്കായിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്, പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തയ്യാറെടുക്കാം പ്രധാന പരീക്ഷയ്ക്കായി ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ചാൽ വിജയമുറപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സിലബസും നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ചെയ്ത് പരീക്ഷയ്ക്ക് പ്രാപ്തരാവാം. ഡെയിലി ടോപ്പിക് റിവിഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ നമുക്കുണ്ടാവും. സോ നിങ്ങൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാവരും വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ തന്നെ പഠിച്ച് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടും ക്ലാരിറ്റിയോട് കൂടിയും പഠിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കൊക്കെ വേണ്ടി അതേപോലെ തന്നെ ആ സംശയങ്ങൾ പരിഹരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.